ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിന് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ തൊട്ടിൽ മേടിച്ചുകൊണ്ട് വന്നതിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മഞ്ജിമ. അപ്പോഴേക്കും സ്വപ്നവല്യം പറയുകയാണ്, എന്നാലും ഇത് വേണ്ടായിരുന്നു, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിച്ചുകൊണ്ട് വരണ്ടായിരുന്നു. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ആശുപത്രി പരിസരത്തിലൊക്കെ ഒരുപാട് കടകളുണ്ട്, അവിടെ തൊട്ടിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ അവർ ആ തൊട്ടിലൊക്കെ മേടിക്കാറുള്ളൂ എന്ന് സ്വപ്നവല്യം പറയുമ്പോൾ നമ്മുടെ ഈശ്വര ചോദിക്കുകയാണ്, അതുകൊണ്ട് എന്താമേ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജിമയോട് പറയുകയാണ്, കുഞ്ഞ് ഈ തൊട്ടിൽ മേടിച്ച് വെച്ചു, ഇനി തൊട്ടിലേക്ക് എടുത്താൽ കുഞ്ഞ് ഉണ്ടായില്ലെങ്കിലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതാകെ ചങ്ക് തകർന്നൊരവസ്ഥയിൽ പോവാണ്. അതാണ് അമ്മ ഉദ്ദേശിച്ചത്. അപ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചില്ലെങ്കിലോ എന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടും കാലി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടോണം, ഒരു വിവരമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ മഞ്ജിമ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാഷാണെങ്കിൽ മഞ്ജിമേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിയിനൊരക്ഷരം നീ മിണ്ടിപ്പോകരുത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അടിച്ച് ഞാൻ പുകയ്ക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഇതിൻ്റെ പേരിൽ ഏത് കോടതി വരെ കയറാനായിട്ട് ഞാൻ തയ്യാറാണ്. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഇനി എൻ്റെ മോളെയോ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. എൻ്റെ മോള് ഈ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും, ഈ തൊട്ടിലിൽ തന്നെ ആ കുഞ്ഞിനെ കിടത്തുകയും ചെയ്യും. ഇതിൽ നിൻ്റെ ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാം ദൈവം കാണുന്നുണ്ടേ. നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്. പിന്നെ സ്വപ്നവല്ലിയമ്മേ, ഞാൻ ഈ തൊട്ടിൽ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇഷിത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടില്ലായിരുന്നോ? ഇഷിത എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ഇതേപോലെ കുറേ ആട്ടുതൊട്ടിലുണ്ടെന്ന്. നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ തരുന്നതിന് മുമ്പ് തന്നെ അവർ ആ തൊട്ടിലിലാണ് കിടത്താറ് കുഞ്ഞിനെ. അതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ തരുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ മേടിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനത്തെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ലല്ലോ സ്വപ്നവല്ലി അമ്മേ എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നവല്ലി ആണെങ്കിൽ, ഞാൻ ആ ഉദ്ദേശമല്ല മാഷയെ പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിക്കാറില്ലല്ലോ, ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവളുടെ നാവ് ഇങ്ങനെ പരിധി വിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മാഷേ എന്ന് പറയുകയാണ് നമ്മുടെ സ്വപ്നവല്ലി. അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയാണ്, അച്ഛാ എനിക്കൊരുപാട് സന്തോഷമായി അച്ഛാ, ഈ കുഞ്ഞ് ജനിക്കുകയും ചെയ്യും, ഈ തൊട്ടിൽ കിടത്തുകയും ചെയ്യും. അച്ഛനെ ഈ തൊട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാനും പ്രസവം കഴിഞ്ഞാലേ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഇത് കേട്ട മാഷിനും പ്രിയാമണിക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുക. അപ്പോൾ പ്രിയാമണി ആണെങ്കിൽ, ആണോ മോളെ നീ വരുമോ? ഒരുപാട് സന്തോഷമായി മോളെ, നീ വരില്ലെന്ന് വിചാരിച്ചാ ഈ തൊട്ടിലേയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പം നിൻ്റെ നാവിൽ തന്നെ വന്നല്ലോ, നീ അങ്ങോട്ട് വരുമോന്ന്. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. പ്രിയാമണി ഇനി എന്ത് ചിന്തിക്കാനായിട്ട്, നമുക്ക് ഈ തൊട്ടിലേയും കൊണ്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് പോവുക. അപ്പോഴേക്കും സ്വപ്നവല്ലി നമ്മുടെ മഞ്ജിമയെ പൊളിച്ചെടുക്കുക. നിങ്ങൾക്ക് സമാധാനമായാലോടി, കിട്ടേണ്ടതൊക്കെ നിൻ്റെ അവരുടെ വായിന്ന് ശരിക്കും കിട്ടില്ലേ? എടി വെറുതെ അല്ലടി നിന്നെ കെട്ടിച്ച് വിട്ടിട്ട് നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്. നിൻ്റെ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ട് അവരെ നിന്നെ അടിച്ചിറക്കിയതായിരിക്കുള്ളൂ. അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. മര്യാദക്ക് ഇവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പോവുക. അപ്പോൾ ഇഷിതയും അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയെ പിടിച്ചു നിർത്തുകയാണ് അവിടെ മഞ്ജിമ ചെയ്യുന്നത്. നീ അവിടെ നിന്നേ, നീ കൂടുതൽ അഹങ്കരിക്കാൻ നിൽക്കണ്ട. അവരൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് നീ കൂടുതൽ അഹങ്കരിക്കണടി. ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ലടി, നിനക്ക് ശരിക്കും അനുഭവിക്കേണ്ടി വരുമോടി എന്നൊക്കെ പറയാണ് നമ്മുടെ ഇഷിത. പക്ഷേ ഇവളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇഷിതയ്ക്ക് മനസ്സിലായി. ഇഷിത കൂടുതൽ അവിടെ സംസാരിക്കാനായിട്ട് പോയില്ല. അങ്ങനെ ഇഷിതയും അവിടെ നിന്ന് പോവുകയാണ്. ഈ മഞ്ജിമയ്ക്കാണെങ്കിൽ ആകെ കാലി വന്നൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനോട് ആ വക്കീൽ വന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആകാശ് ആ ഒരു പാറമടർ അവിടെ ചെന്ന കാര്യവും അവിടെ കുടിച്ച് മദ്യപിച്ച് അവിടെ കുപ്പിയിട്ട കാര്യവും അങ്ങനെ താൻ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു ദിവസം ഞാനും ഇവനെ പാറമടർ അവിടെ വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാനായിട്ട് പോയിട്ടില്ല. കാരണം അന്വേഷിച്ച് കഴിഞ്ഞാലോ അതിൽ സത്യം പറയുമോ? ഇല്ലല്ലോ. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കള്ളത്തരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ല എന്നാലും മഹേഷ് സാറേ, എന്തായിരിക്കും അവൻ അവിടെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടാവുക? എന്തിനു വേണ്ടി ആയിരിക്കും അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക? അല്ല, എന്തെങ്കിലും ചാക്കിലാക്കിയിട്ട് വല്ല ഡോക്യുമെൻസോ വല്ല കള്ളപ്പണവോ കെട്ടി മുക്കിയതായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലും അത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അവന് കള്ളത്തരത്തിൻ്റെ ആശാനാണല്ലോ. അവൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വീട്ടിൽ നിന്ന് ആ പണങ്ങളെല്ലാം മുക്കി ഒരു ചാക്കിനകത്ത് കെട്ടിയിട്ട് നേരെ ഈ വെള്ളത്തിൽ താഴ്ത്തിയിട്ടുണ്ടാവും. അത്രയും മാത്രമേ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ജീവിതം തന്നെയാണ് അവൻ്റേത്.
ഒക്കെ പറയുമ്പോൾ നമുക്കിത് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ? പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? അത് ശരിയാ, ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി കുളത്തിൽ മുങ്ങി തപ്പാനോ അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ എന്നാലും നമുക്കിതൊരു അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? ഞാൻ ഈ ആകാശിൻ്റെ കാര്യം വിട്ടതാണ് എൻ്റെ വക്കീലെ. ഇനി അവൻ്റെ പിന്നാലെ നടക്കാനായിട്ട് വയ്യ. ഇവൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ വഴി അവനെ വിട്ടേര്, നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് പോകണം. മഹേഷ് പോയെങ്കിലും വക്കീലാണെങ്കിൽ എനിക്കതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ. മഹേഷ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് എന്താണ് ഏതാണെന്ന് ഇതിൻ്റെ സത്യം കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നൊക്കെ വക്കീലിങ്ങനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിത ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിപ്പി മോൾ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഇഷിതാമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കരയാണ്. എന്താ മോൾ, എന്ത് പറ്റി? അല്ല മഞ്ജിമപ്പ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടായിരുന്നു ഇഷ്ടമ്മേ, എനിക്കൊരു ഭയങ്കര സങ്കടമായി. എന്നാലും മഞ്ജിമപ്പ എന്തിനാ അങ്ങനെ പറഞ്ഞത്? മഞ്ജിമപ്പയെ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഡാഡിയോട്, എന്നിട്ട് ഡാഡി അതുപോലും കേൾക്കുന്നില്ലല്ലോ ഇഷിതാമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ മഞ്ജിമപ്പയെ ഇറക്കി വിടാനായിട്ട് പറ്റുമോ മോളെ? കാരണം ഡാഡിയുടെ ചേച്ചിയല്ലേ മഞ്ജിമപ്പ, അപ്പോൾ ഡാഡിക്ക് സങ്കടം ഉണ്ടാവൂലേ? മഞ്ജിമപ്പ പിന്നെ ഇങ്ങോട്ട് പോകാനാ? അതൊന്നും അറിയണ്ട. എങ്കിൽ പിന്നെ മഞ്ജിമപ്പ അമ്മ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോളിത് ആരോടും പറയരുതേ. പറയും, ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഡാഡിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിക്കത് സങ്കടവും വിഷമമാകും, അതുകൊണ്ട് മമ്മിക്കത് പ്രശ്നമാവൂലേ? ഡാഡിയൊരു യാതൊരു കാരണവശാലും മോൾ ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദി വരുന്നത്. അപ്പോൾ ആദി ചോദിക്കുകയാണ്, എന്താ ചിപ്പി മോളെ എന്ത് പറ്റി? അല്ല, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ചിപ്പിക്ക് എന്തൊക്കെയോ സങ്കടം ഉണ്ടല്ലോ, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിത പറയാണ്, ഒന്നുമില്ലാതെ ഇവിടെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചിപ്പി ആണെങ്കിലില്ല, എനിക്ക് ആദ്യോടനെങ്കിലും ഈ സത്യങ്ങൾ തുറന്നു പറയണം മോളെ. ചിപ്പി അമ്മ പറഞ്ഞത് ഓർക്കുന്നില്ലേ മോളെ? അതുകൊണ്ട് പറയരുത്. ഇഷിതാമ്മ മിണ്ടാതിരിക്കും. ഇഷിതാമ്മേ, ചിപ്പിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. എന്താന്ന് വെച്ചാൽ ചിപ്പിമോൾ തുറന്നു പറയട്ടെന്നേ. എന്തിനാണ് മടിക്കുന്നത് ചിപ്പിമോളെ? എന്താന്ന് വെച്ചാൽ ആദ്യേട്ടനോട് തുറന്നു പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിപ്പിയാണെങ്കിൽ ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ മഞ്ജിമപ്പയില്ലേ നമ്മുടെ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തി. എന്താണെന്നറിയാവോ? അപ്പൂപ്പനും അമ്മമ്മയും കൂടി തൊട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു. ആ സമയത്ത് മഞ്ജിമപ്പ പറയുവാണ് തൊട്ടിലിൽ കിടക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുവാണ്. എന്താന്ന് വെച്ചാൽ പറ മോളെ, തൊട്ടിലിൽ കിടക്കാൻ നമ്മുടെ കുഞ്ഞാവ് ഉണ്ടാവില്ലെന്ന്. ഓഹോ, അവരങ്ങനെ പറഞ്ഞല്ലേ മോനെ? ഇവള് ചുമ്മാ പറയുവാണ്, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എന്തിനാ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തൊട്ടിൽ മേടിച്ച് എന്ന് മാത്രമേ മഞ്ജിമ ചേച്ചി ചോദിച്ചുള്ളൂ. ഇല്ല ആദിയേട്ടാ, ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാ. മഞ്ജിമപ്പ പറഞ്ഞത് തൊട്ടിൽ കിടത്താൻ കുഞ്ഞ് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ചിപ്പിമോള് കള്ളം പറയില്ല. എനിക്കിത് അവരോട് ചോദിച്ചേ മതിയാവുള്ളൂ. അയ്യോ മോനെ, ദയവ് ചെയ്ത് നീ പോയി ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നവും ഇല്ല. യശിതാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും, പക്ഷേ എനിക്കിതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് കഴിയില്ല ഇഷിതാമ്മേ, ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഇഷിത ചിപ്പിയെ വഴക്ക് പറയുകയാണ്, എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? കണ്ടില്ലേ, ആദ്യം പോയി ഇപ്പം ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജിമപ്പ എന്ത് പറയും? ഞാനാണ് അവനെ പിരിയേറ്റി വിട്ടെന്നല്ലേ പറയുള്ളൂ. ആ കുറ്റം കൂടി എൻ്റെ തലയിലിരിക്കില്ലേ? എന്താ സംഭവിക്കാനായിട്ട് പോകുന്ന മോളെ? അതുകൊണ്ടല്ലേ മോളോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ആദ്യയുടെ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ മഞ്ജിമയാണെങ്കിൽ ആ അജിത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്തൊരു സുന്ദരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ആദ്യം കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും ഫോട്ടോ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറി? നിനക്ക് മാനേഴ്സ് ഇല്ലടാ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ നിങ്ങളോട് ഇത്രയും മാനേഴ്സൊക്കെ മതി, പിന്നെ നിങ്ങളോട് മാനേഴ്സ് കാണിക്കേണ്ട കാര്യം എനിക്കെന്താ? കാരണം ഇത് എൻ്റെ ഡാഡിയുടെ വീടാണ്, നിങ്ങളാണ് വലിഞ്ഞു കയറി നിൽക്കുന്നത് ഇവിടെ. ഞാനപ്പേ പല റൂമിലും കയറി ഇറങ്ങും. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. നീ എന്താണ് ചെറുക്ക രാവിലെ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ഇന്ന് ഇഷിതാമ്മയോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഓഹോ, അത് ശരി. അപ്പോൾ നിൻ്റെ ഇഷിതാമ്മ നിന്നെ പിരികേറ്റി വിട്ടിരിക്കുകയാണല്ലേ? മനസ്സിലായി കാര്യങ്ങളൊക്കെ. എടാ ചെറുക്ക, എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഇറങ്ങിപ്പോടെ എൻ്റെ റൂമിൽ നിന്ന്. അതൊക്കെ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം, പക്ഷെ ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി നിങ്ങൾ പറ. നിങ്ങൾ എന്തിനാണ് ഇഷിത അമ്മയോട് അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാടാ ഇഷിതയുടെ വഴക്കൊക്കെ ഇട്ട് എന്നോട് വന്ന് ചോദിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ചിപ്പിമോള് വരികയാണ്. അതെ, ഇഷിതാമ്മയല്ല പറഞ്ഞത്, ഞാനാ ആദിയേട്ടനോട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോഴേക്കും നമ്മുടെ ആദ്യ ചോദിക്കുകയാണ്, നിങ്ങൾ ഇഷിതാമ്മയോട് പറഞ്ഞില്ലേ ആ കുഞ്ഞ് ജനിക്കില്ല എന്ന്? ആ തൊട്ടിൽ കിടത്താൻ ആ കുഞ്ഞുണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എടാ ചെറുക്കൻ, ഞാനുള്ള സത്യാവസ്ഥയല്ലേ പറഞ്ഞത്?
ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. തൊട്ടിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മേടിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് അങ്ങനെ മേടിച്ചാൽ ശരിയാണോ എന്നൊക്കെ ചോദിച്ചോളൂ. അതിനിങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ലേ എന്നൊക്കെ പറഞ്ഞു കിടന്ന് പാവാടക്കാണ്. ഇടയൊക്കെ ഇറങ്ങി പോയിക്കണ്ടേ, നീ എന്നോട് ധിക്കരിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇഷിതാമ്മയെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? നീ എന്നെ തല്ലോടെ ഇറക്കാ? എൻ്റെ ഇഷിതാമ്മയെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ ഈ ആദിയുടെ സ്വഭാവം നിനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ മഞ്ജിമയാണെങ്കിൽ ആദിയുടെ കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞു അറ്റ പൊട്ടിയിലാണ്. ചിപ്പി മോള് പോലും ഞെട്ടിപ്പോയി. അങ്ങനെ ഓഹോ നിങ്ങൾ എന്നെ തല്ലിയല്ലേ, നിന്നെ തല്ലിയോടെ ഞാൻ എൻ്റെ റൂമിൽ കയറി വന്നിട്ട് നീ എന്നെ ധിക്കരിക്കാൻ വേണ്ടി നീ വളർന്നു അല്ലേടാ, നിന്നെ ഞാൻ ശരിയാക്കി കളയും. എന്താടാ നീ തുറിച്ചു നോക്കുന്നത്? നിനക്കെന്താ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, എങ്കിലും അതൊന്ന് കാണണമല്ലോ. നിങ്ങളെ തല്ലിയല്ല, ഇതിനുള്ള പകരം വീട്ടാൻ ഞാൻ പകരം വീട്ടിക്കോളാം നിങ്ങളോട്. ഇതെങ്ങനെയാണ് പകരം വീട്ടേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ചിപ്പി മോളെ ഇപ്പം പോകാമെന്ന് പറയാണ്. അങ്ങനെ ചിപ്പിയാണെങ്കിൽ പേടിച്ച് വരച്ചിട്ട് ആദിയുടെ ആദിയുടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആദിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും മഞ്ജിമേണല്ലോ അവൻ്റെ ഒരു അഹങ്കാരം കൊടുക്കാൻ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിപ്പിയും അതേപോലെ തന്നെ ആദിയും കൂടി റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ആദ്യേട്ടൻ്റെ മുഖത്ത് ദേ അടിച്ച് പാടുണ്ടല്ലോ, എനിക്ക് പേടിയാവുന്ന ആദ്യേട്ടാ. അയ്യോ പാടുണ്ടല്ലേ ചിപ്പി മോളെ? അതേ പാടുണ്ട്. ഇത് ഡാഡിയോട് പറയണം, എന്നിട്ട് അവരെ ഇവിടെ നിന്ന് അടിച്ചിറക്കണം ആദ്യേട്ടാ, അല്ലെങ്കിൽ ശരിയാവില്ല ആദ്യേട്ടാ. വേണ്ട ഡാഡിയോട് പറയരുത്. അപ്പോഴേക്കും നമ്മുടെ ഇഷിത വരികയാണ്. അപ്പോൾ ഇഷിത ഇവരുടെ റൂമിൽ നിന്ന് ഈ ഒരു സംസാരം കേൾക്കുകയാണ്. ഡാഡിയോട് പറയാതെ, എന്നിട്ട് ഡാഡിയോട് പറഞ്ഞാൽ ഡാഡിയോട് പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത്. അപ്പോഴേക്കും നമ്മുടെ ഇഷിത പേടിച്ചു. അതെന്താ ഡാഡിയോട് പറയുമെന്ന് പറഞ്ഞാൽ എന്താ ആദ്യം അങ്ങനെ പറഞ്ഞത്? ഡാഡിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി മഞ്ജിമപ്പയെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പക്ഷേ അതെല്ലാം ആകെ പ്രശ്നവും. എന്നെ മഞ്ജിമപ്പ അടിച്ച കാര്യമൊക്കെ ഇഷിതാമ്മ അറിയില്ലേ? ഇഷിതാമ്മ ഒരിക്കലും അറിയാൻ പാടില്ല. ആ മനസ്സ് ഒരുപാട് വേദനിക്കും. ആ മനസ്സ് വേദനിക്കാൻ പാടില്ലെന്നല്ല ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇഷിതാമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനത് ആപത്താ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇഷിതാമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് ചിപ്പിമോളെ. അപ്പോൾ ആരോട് കാര്യങ്ങൾ പറയണ്ടല്ലേ? പറയണ്ട. ഈ ആദ്യേട്ടൻ പറയുന്ന മോള് കേക്ക്. അപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അങ്ങനെ ശരി ആദ്യേട്ടൻ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. പക്ഷെ മഞ്ജിമപ്പയ്ക്ക് ഒരു പണി കൊടുക്കണ്ടേ? അത് ഞാൻ ഏറ്റുമോളെ. അവർക്കുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ ചിപ്പ എവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ആദ്യമാണെങ്കിൽ കണ്ണാടിയിൽ തൻ്റെ മുഖം നോക്കുകയാണ്. അപ്പോൾ അടിച്ച പാട് ശരിക്കും അവിടെ ഉണ്ട്, വിരൽ പതിഞ്ഞ പാട്. അപ്പോൾ നമ്മുടെ ഇഷിത നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഭയങ്കര സങ്കടം തോന്നി ഇഷിതയ്ക്ക്. അപ്പോൾ മഹേഷ് വരികയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ് എന്തായി? ഇവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ. അല്ല ചിപ്പിമോള് സാധാരണ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണല്ലോ ഇഷിത, എന്നിട്ട് എന്ത് പറ്റി? ഇപ്പം അവൾ പോയതേ ഉള്ളൂ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അല്ല ആദ്യം വന്നതിൽ ആദ്യക്ക് സന്തോഷമാണ് ഇതാണ് ഉണ്ടായത്. അവന് സന്തോഷമാണ്, അവന് ഭയങ്കര സന്തോഷമല്ലേ? ആണല്ലേ? അവൻ ഈ വീട്ടിൽ ഹാപ്പിയാണെന്നാണോ മഹേഷിൻ്റെ മനസ്സിൽ? അതല്ലാതെ പിന്നെ എന്താണ് എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.